വെള്ളാപ്പള്ളി നടേശൻ ചുമ്മാ ഒന്നും പറയൂല. അദ്ദേഹം പറഞ്ഞാൽ അതിൽ ഏതാണ്ടൊക്കെ കാണും. കാരണം അദ്ദേഹം പറഞ്ഞല്ലോ, UDF അധികാരത്തിൽ വന്നാൽ ലീഗ് ആയിരിക്കും പിന്നെ ഭരിക്കുന്നത്, ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും. ഇപ്പൊ കണ്ടോ, കറക്റ്റ് ആയില്ലേ? ലീഗിന്റെ തങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹരാണ്. ഇപ്പോൾ റിസൾട്ട് വരും മുമ്പേ അർഹരാണെന്ന് പറഞ്ഞാൽ റിസൾട്ട് വന്നാൽ കൃത്യമായി ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചോദിച്ചാലും അത്ഭുതമില്ല. കാരണം അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലിയ മത്സരിക്കുന്ന 27 സീറ്റിൽ 25 വരെ അല്ലെങ്കിൽ 27 വരെ ജയന്തി നടരാജൻ ഒഴിച്ചുള്ള ബാക്കി, അതായത് കൂത്തുപറമ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഒഴിച്ചുള്ള ബാക്കി മിക്കവാറും മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മത്സരിക്കുന്ന മിക്കവാറും എല്ലാ ആളുകളും ലീഗിന്റെ ജയിക്കാൻ സാധ്യതയുണ്ട്, 1-2 സീറ്റ് ഒഴിച്ച്. തവന്നൂരിലെ അടക്കം ജലീലടക്കം തോറ്റുപോയി. അവിടെയെല്ലാം UDF ജയിക്കാനുള്ള VS ജോയി അടക്കമുള്ള DCC പ്രസിഡന്റാണ് VS ജോയി അടക്കമുള്ള UDFന്റെ തരംഗമാണ് മലപ്പുറം ജില്ലയിൽ വരാൻ പോകുന്നത്. അങ്ങനെ തരംഗം വന്നാൽ സ്വാഭാവികമായി ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് ചോദിക്കും. കൊടുക്കാതിരിക്കാൻ കഴിയില്ല. 5-ാം മന്ത്രിയല്ല, 4 മന്ത്രിയും ഉപമുഖ്യമന്ത്രിയും, ഇനി 3 മന്ത്രിയും ഉപമുഖ്യമന്ത്രി സ്ഥാനവും ചോദിച്ചാലും അത്ഭുതമില്ല. കാരണം കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വലിയ സീനിയർ നേതാവായി കഴിഞ്ഞു. ഇനിയും വ്യവസായ വകുപ്പ് എന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യം നോക്കും, പല പ്രാവശ്യം നോക്കി. ഇനി വ്യവസായ വകുപ്പിനോടൊന്നും പുള്ളിക്ക് താല്പര്യമില്ല. പുള്ളിക്ക് മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് ഇരിക്കുന്നിടത്തോളം കാലം വരാൻ കഴിയില്ല. വളരെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയായി CH മുഹമ്മദ് കോയ അന്ന് വന്നു എന്നുള്ളത് അന്നത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. പക്ഷെ ഇനി അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലില്ല. പ്രത്യേകിച്ച് BJP ഒക്കെ ഇങ്ങനെ വളരെ ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഹിന്ദു വോട്ടിന്റെ കൺസോൾട്ടേഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്നും ഭാവി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും, അതുപോലെ തന്നെ ഇനിയിപ്പോൾ 29-ൽ 3 വർഷം കഴിയുമ്പോൾ കൃത്യമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 140 എന്നുള്ളത് വീണ്ടും 70 സീറ്റോടെ കൂടി 210 സീറ്റായി കേരളത്തിൽ മാറുന്നു. അതിൽ 70 സീറ്റോളം സ്ത്രീകളുടെ സീറ്റായി മാറുന്നു. അതുപോലെ ലോക്സഭാ സീറ്റ് വരുമ്പോൾ 2029-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ആദ്യം വരാൻ പോകുന്നത്. അപ്പോൾ 273 സീറ്റാണ് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ വരാൻ പോകുന്നത്. ആ 273 സീറ്റും വനിതകളുടെ സീറ്റാണ് വരാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിൽ തന്നെ 30 സീറ്റ് വരും ലോക്സഭയിൽ. 30, ഇപ്പൊ 20 30 സീറ്റ് വരുന്നതിൽ 10 സീറ്റ് നിർബന്ധമായി വനിതകൾക്കുള്ളതായിരിക്കും. അതിൽ 1-2 സീറ്റ് SC/ST, ബാക്കി അതും വനിതകൾക്കേ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും 10 വനിതകൾക്ക് കേരളത്തിൽ ഇനി മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ലീഗിന്റെ വനിതകൾക്കും ഇനി കൂടുതൽ മത്സരിക്കാം. പിന്നെ കോൺഗ്രസിന്റെ വനിതകൾക്ക് മത്സരിക്കാം, CPM-ന്റെ വനിതകൾക്ക് മത്സരിക്കാം. ഇങ്ങനെ പുതിയ രാഷ്ട്രീയ സാഹചര്യം വരുന്നത് കൊണ്ട് തന്നെ ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആൾറെഡി അവർ ഡിമാൻഡ് വച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് അർഹതയുണ്ടെന്ന് ഡിമാൻഡ് വച്ചു കഴിഞ്ഞു. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് ലീഗ് വലിയ കോൺട്രിബ്യൂഷനാണ് നൽകിയിരിക്കുന്നത്. അത് നിലമ്പൂരിലെ ജയത്തിലായാലും ഉപതെരഞ്ഞെടുപ്പുകളിലെ ഉമാ തോമസിന്റെ ആയാലും, പുതുപ്പള്ളി പിന്നെ അല്ലാതെ ജയിക്കുന്നതാണ്, അതിനകത്ത് വലിയ കഥയില്ല. അതേസമയം മറ്റ് പാലക്കാട് മുസ്ലിം ലീഗിന് വലിയ റോളുണ്ട് ജയിക്കുന്നതിൽ, രാഹുൽ മാങ്കൂട്ടത്തിലെ. കാരണം അവിടെ ഒരു പ്രദേശം മുഴുവൻ മുസ്ലിങ്ങളുടെ പ്രദേശമാണ്. അവിടെ ലീഗ് വളരെ ശക്തമാണ് 2-3 പഞ്ചായത്തുകളിൽ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം കൃത്യം വന്ന സാഹചര്യത്തിൽ ഉപമുഖ്യമന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാകുമോ? രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി, PK കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി VD സതീശൻ, അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് മന്ത്രി VD സതീശൻ. ഇതായിരിക്കുമോ കേരളത്തിൽ നടക്കുന്ന ഫോർമുല? അതോ മുഖ്യമന്ത്രി സ്ഥാനം VD സതീശൻ, അപ്പോഴും ഉപമുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടി? എങ്കിൽ നല്ല രസമായിരിക്കും. മുഖ്യമന്ത്രി താരതമ്യേന ജൂനിയറായ രമേശ് ചെന്നിത്തല, അല്ല നമ്മുടെ VD സതീശൻ, നല്ല സീനിയറായിട്ടുള്ള ആൾ ഉപമുഖ്യമന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, അതുപോലെ സീനിയറായിട്ടുള്ള രമേശ് ചെന്നിത്തല മറ്റൊരു വകുപ്പ്, വളരെ സീനിയറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറ്റൊരു വകുപ്പ്, ജേക്കബ് ഒക്കെയായിരിക്കും. എന്തായാലും UDF വരുമെന്നാണ് കേൾക്കുന്നത്. UDF വരുമ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാകുമോ? അങ്ങനെ ഒരു സ്ഥാനമുണ്ടെങ്കിൽ അത് ലീഗ് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ അർഹതയുണ്ടെന്ന് പറഞ്ഞു, ആവശ്യപ്പെട്ടിട്ടില്ല. വേണമെന്ന് പറഞ്ഞിട്ടില്ല, അർഹത പറഞ്ഞു. ഇനിയിപ്പോൾ അത് വേണമെന്നാകുമോ? അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ UDF അത് അനുവദിക്കുമോ? അങ്ങനെ അനുവദിച്ചാൽ അതിൻ്റെ ഗുണഫലം എടുക്കുന്നത് BJP-യും CPM-ഉം ആയിരിക്കുമോ? പ്രത്യേകിച്ച് BJP-യും. അതുപോലെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും സൂക്ഷിക്കണമെന്നും ലീഗായിരിക്കും കേരളത്തെ ഭരിക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് BJP-ക്ക് ഗുണകരമാകാൻ സാധ്യതയുണ്ട്. ഈഴവരാതി മറ്റ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരിൽ വലിയൊരു വിഭാഗം BJP-ക്ക് പോകാനും സാധ്യതയുണ്ട്. ഇങ്ങനെ വന്നാൽ CPM-നല്ല അതിൻ്റെ ഗുണം കിട്ടുക, അതിൻ്റെ ഗുണം കിട്ടുക BJP-ക്കായിരിക്കും. കേരള രാഷ്ട്രീയം അങ്ങനെ മാറുമോ? അതായത് മുസ്ലിം ലീഗിനും ക്രിസ്ത്യാനികൾക്കും പറ്റിയ പാർട്ടിയായി കോൺഗ്രസും, ഈഴവരാതി പിന്നോക്ക സമുദായങ്ങൾക്കും നായന്മാർക്കും അങ്ങനെയുള്ളവർക്കുള്ള പറ്റിയ പാർട്ടിയായി BJP മാറുമോ? ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലും അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയത്തെ തിരിച്ചാൽ അത്ഭുതപ്പെടാനില്ല.
അതുകൊണ്ട് ലീഗിന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനം കേവലം ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊണ്ട് നിൽക്കുകയില്ല, അത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കും കേരളത്തിൽ. അങ്ങനെ ഉണ്ടാക്കുന്ന ചലനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചലനമായിരിക്കും ഈഴവ സമുദായത്തിനകത്തുണ്ടാകുന്ന കൺസോൾട്ടേഷൻ. പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ട് വെള്ളാപ്പള്ളി ഒന്നും വെറുതെ ഇരിക്കത്തില്ല. ഇപ്പൊ തന്നെ വലിയ കാര്യത്തിൽ ചൂടായി നിൽക്കുകയാണ് വെള്ളാപ്പള്ളി. അങ്ങനെ വന്നാൽ UDF അധികാരത്തിൽ വരികയും ലീഗിന്റെ ഉപമുഖ്യമന്ത്രി വരികയും ചെയ്താൽ തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശനൊക്കെ സടകുടന്നെഴുന്നേൽക്കും. അങ്ങനെ ഈഴവ സമുദായത്തിനിടയിൽ വലിയ കൺസോൾട്ടേഷൻ നടക്കും. ആ കൺസോൾട്ടേഷന്റെ ഗുണഭോക്താകാൻ പോകുന്നത് BJP ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വീണ്ടും ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒരു പോളറൈസേഷൻ ഉണ്ടാവുകയും അതിൽ ക്രിസ്ത്യാനികൾ രണ്ടായി മാറുകയും കുറെ പേർ UDFന്റെ കൂടെ ആവുകയും കുറച്ച് പേർ BJPയുടെ കൂടെ നിൽക്കും. പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പരമാവധി UDFനോടൊപ്പം നിൽക്കും. ഇപ്പുറത്ത് ഈഴവരെ സംബന്ധിച്ചിടത്തോളവും നായന്മാരെ സംബന്ധിച്ചിടത്തോളവും അവർ രണ്ടായി BJPക്കും കോൺഗ്രസിനും CPMനും അനുകൂലമായ നിലപാടെടുത്താൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അതെല്ലാം നോക്കിയായിരിക്കും കോൺഗ്രസ് ചെയ്യുന്നത്. എന്തായാലും ഉപമുഖ്യമന്ത്രിയായി PK കുഞ്ഞാലിക്കുട്ടി വരുമോ? മെയ് മാസം 5-ാം തീയതിയോ 6-ാം തീയതിയോ രാജ്യസഭയുടെ അങ്കണത്തിൽ മുഖ്യമന്ത്രി അങ്ങോട്ട് അനൗൺസ് ചെയ്ത് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ അടുത്ത അനൗൺസ്മെന്റ് വരുന്നത് ഉപമുഖ്യമന്ത്രി ആയി PK കുഞ്ഞാലിക്കുട്ടിയുടെ പേരാണോ? രാഷ്ട്രീയ കേരളം കൗതുകത്തോടെ കാത്തിരിക്കുന്നു.